ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഹലോ ഹലോ ഗൈസ്. ഹലോ ഗൈസ് പറയണ്ടേ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വ്ളോഗല്ല, ഒരു ചലഞ്ച് വീഡിയോ പാർട്ട് 2. അപ്പൊ നമ്മൾ ആദ്യം ഒരു ചലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെല്ലാവരും പോയി കാണണം. അപ്പൊ അതിന്റെ പാർട്ട് 2 ആണ്. അപ്പൊ ചലഞ്ച് എന്താണ്? ഗസ് ദ മൂവി ചലഞ്ച്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, മൈലാഞ്ചി മഞ്ജുള്ള വീട്. വീടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആരെ മാർക്ക് എനിക്കുള്ളത്? ആരെ മാർക്കുന്നില്ല. മൈലാഞ്ചി മഞ്ജുള്ള വീട് ഫുള്ളായിട്ട് പറയട്ടെ. കറക്റ്റാ, മൈലാഞ്ചി മഞ്ജുള്ള വീട്. അടുത്തത് കാക്കയും പൂച്ചയ്ക്കും കല്യാണം. ഞാൻ പറയാൻ വരുമായിരുന്നു. ഒരുപാട് സമയമുണ്ട്. 10 സെക്കൻഡ്. 10 സെക്കൻഡ് സമയം. നല്ല പൂച്ച. ഓക്കെ, അടുത്തത് ലവ് ആക്ഷൻ ഡ്രാമ. ഈ പ്രാവശ്യം ഞാൻ വിൻ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഏട്ടനായിരുന്നു കേട്ടോ. ഞാനാണ് ഈ പ്രാവശ്യം ഇവിടെ സ്കോർ ചെയ്യും. നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത 5ാമത്തെ പൊന്മുട്ട ഇടുന്ന താറാവ്. എനിക്ക് പറയാൻ പറ്റിയില്ല ഗൈസ്. അടുത്ത ഞാൻ പറയുന്നത് മുട്ടയും താറാവും കിട്ടിയപ്പോ സംഭവം ഈസിയായി. പൊന്മുട്ട ഇടുന്ന താറാവ്. കാക്കക്കുയിൽ. തമ്പുരാട്ടി. തമ്പുരാട്ടി എന്ത്? കാക്കക്കുയിൽ. കുയിലാണത്. ഞാൻ കാക്കക്കുയില് പറഞ്ഞേ. തമ്പുരാട്ടി ഇതാണ് തമ്പുരാട്ടി. തമ്പുരാട്ടി കുയിലിങ്ങനെയല്ലോ. ചില നാട്ടിൽ കുയിൽ ഇങ്ങനെയാണ്. നിങ്ങളുടെ പത്തനംതിട്ടയിലെ കുയിൽ ഇതാണ്. പറ ഗൈസ്. കോട്ടയത്തെ കുയിൽ ഇങ്ങനെയല്ല. പറ്റത്തില്ല. കുയിൽ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. കുയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓം ശാന്തി ഓശാന. ശാന്തി കൃഷ്ണ. ആണോ? എനിക്കറിയാതെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. മാവേലേറ് പേരെന്താന്ന് എനിക്ക് അറിയില്ല. ശാന്തി കൃഷ്ണ. പിന്നെ ഇത് പള്ളിയിൽ ഒരു ഇത് കണ്ടോണ്ടാണ് ഞാനങ്ങ് പറഞ്ഞതാ. അടുത്ത് കല്യാണ മന്ത്രം. ഇന്ന് എന്റെ സമയമാണ്. നീ നേരത്തെ വല്ല എടുത്ത് വെച്ച് കണ്ടോ? ഇല്ല, എനിക്ക് സംശയമുണ്ട്. ഞാൻ കണ്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യും. കിട്ടുന്നില്ല. ജിമ്മിൽ ഒക്കെ പോയിട്ട് വയ്യാതിരിക്കുക, ക്ഷീണിച്ചിരിക്കുക, തളർന്നിരിക്കുക. കല്യാണ മന്ത്രം. ഇന്നലെ ഈ പടം ഉണ്ടായിരുന്നു കേരളയില്. ഏത് പടം? തത്സമയം പെൺകുട്ടി. ലൈവിന്റെ മലയാളം എന്താണെന്ന് ഓർത്തെടുക്കുവായിരുന്നു. എനിക്ക് എന്ത് പറ്റി? എനിക്ക് പറയാൻ പറ്റുന്നില്ല. പരിപാടി സംഭവം തന്നെ കേട്ടോ. സ്വപ്നക്കൂട്. ഞാൻ പോവാ. ഇതെന്നാ പരിപാടി? നീ ഇത് ഇടയ്ക്ക് വെച്ചാലും കണ്ടോ? നീ ഇത് സത്യം പറ. നീ ഇവളിത് ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് കാണുന്നുണ്ട്. എനിക്ക് സംശയമുണ്ട്. ഇത് 10 സെക്കൻഡ് പോലും ആയാലും ഉത്തരം പറയുന്നത് എന്ത് പരിപാടി ഇത്? പശം പോയി. ഇപ്പൊ ഞാനാണ്ട് 1-2 പറഞ്ഞിട്ടുള്ളൂ.
നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി അങ്ങനെ ഒരു പടമുണ്ടോ? അങ്ങനെ പടമുണ്ട്. ദുൽഖർ സൽമാൻ, സണ്ണി വെയിൻ. അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. നീലാകാശം പച്ചക്കടൽ എന്ന് മനസ്സിൽ വിചാരിച്ചു, പക്ഷെ അങ്ങനെ ഒരു പടം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ പടമുണ്ട്. കണ്ട നല്ല പടം. ഗസ്റ്റ് മൂവി. കിട്ടുന്നില്ല. പറ, അറിയോ? കിട്ടുന്നില്ല. ഓ ട്രിവാൻഡ്രം ലോഡ്ജ്. ഓ ട്രിവാൻഡ്രം ലോഡ്ജ്. അങ്ങോട്ട് ഇടത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട്. അങ്ങോട്ട് തിരിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട്. അങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ട്. എന്നാലും ഇവളാണ് കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇഷ്ടമാണ് 100 വട്ടം. അതെ അത് തന്നെ, ഇഷ്ടമാണ് 100 വട്ടം. അഞ്ചര കല്യാണം. അങ്ങനെ പടമുണ്ട്, പക്ഷെ ഇത് 5 സുന്ദരികളുടെ കഥയാണ്. 5 സുന്ദരികൾ. ഞാൻ കഥയില്ല, 5 സുന്ദരികൾ. അതുകൊണ്ട് ഓരമണക്കുണ്ട്. റൺ ബേബി റൺ. കഴിഞ്ഞ ദിവസം ഇത് കണ്ടില്ല. 6-ാം തമ്പുരാൻ ഞാൻ കണ്ടില്ല. സ്നേഹ വീട്. ഇതിനുള്ള പേര് നിനക്ക് അറിയത്തില്ലല്ലേ? അറിയാം. എന്തോ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അല്ല എനിക്കറിയാം. ഞാൻ നിന്റെ മോന്തയ്ക്കോട്ട് നോക്കി അപ്പോഴത്തേക്ക് ടൈമർ മാറിയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞു ഫസ്റ്റില് സ്നേഹ വീട്. ലോക്പാൽ. അച്ചോ കറക്റ്റ് ലോക്ക് പാല്. പിന്നെയും സ്കോറിംഗ് പോയിരിക്കുന്നു. മീൻ. അങ്ങനെ പടമുണ്ട്. അങ്ങനെ പടമുണ്ട്. പഴയ ഇത് വേറെ എന്താ? അലങ്കാര മത്സ്യം. ചെമ്മീൻ. ഗപ്പി എന്ന് പറഞ്ഞൊരു മീനിന്റെ പേര്. അങ്ങനെ സിനിമയുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ ചലഞ്ച് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ എന്തായാലും വിജയിച്ചിരിക്കുന്നത് ഇവളാണെന്ന് തോന്നുന്നു. കാരണം കൂടുതലും പറഞ്ഞ ഇവള് തന്നെ ആയിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ അതുവരേക്കും ബൈ.